Hello my dear students, welcome to Human Resource Management. ഇന്ന് നമ്മൾ 32ാമത്തെ സെഷനിലാണ്. ഈ ഒരു സെഷനിൽ നമ്മൾ ഓൾറെഡി BPO എന്താണെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു ട്രെയിനിങ് BPOയുടെ സ്റ്റേജസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ പറയുന്ന ട്രെയിനിങ് BPOയുടെ സ്റ്റേജസ് പറയുകയാണെങ്കിൽ 7 സ്റ്റേജാണ് ഉള്ളത്. അസസ്മെൻറ്റ്, പ്രൊപ്പോസൽ, ഡ്യൂ ഡെലിജൻസ്, കോൺട്രാക്റ്റിംഗ്, ട്രാൻസിഷൻ, ഗവർണൻസ് ആൻഡ് ട്രാൻസ്ഫർ. അതിൽ ഓരോന്നും എന്തൊക്കെയാണ്? ആദ്യം അസസ്മെൻറ്റിൽ ഏതൊരു കമ്പനിയാണോ BPO ഉദ്ദേശിക്കുന്നത് ആ കമ്പനി എന്ത് ചെയ്യും, അവരുടെ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഈ പറയുന്ന ഒരു BPOയുടെ ആവശ്യത്തെക്കുറിച്ചുള്ള അസസ്മെൻറ്റ് നടത്തും. ഓക്കെ, സോ ഇതിനു വേണ്ടി അവർ ഡീപ്പായിട്ട് ഒരു പ്രൊജക്റ്റ് പ്ലാൻ തയ്യാറാക്കി അതിലെന്തൊക്കെ ലീഡർഷിപ്പ് ടീം വേണം, അതിലെന്തൊക്കെ ട്രെയിനിങ് റിസോഴ്സസ് വേണം, എന്തൊക്കെ ഡിഫിക്കൽട്ടീസാണ് നമ്മൾ ആ ട്രെയിനിങ്ങിലൂടെ ഓവർകം ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് കണ്ടെത്തും. അതാണ് അസസ്മെൻറ്റ്. സെക്കൻഡ് വൺ പ്രൊപ്പോസലാണ്. പ്രൊപ്പോസലിൽ നമ്മൾ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്സോഴ്സിങ് ട്രെയിനിങ് സർവീസിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ആ ഒരു ഔട്ട്സോഴ്സസിന് എന്തൊക്കെ കേപ്പബിലിറ്റീസാണ് വേണ്ടത്, അതിനെക്കുറിച്ചിട്ടുള്ള എന്തൊക്കെ ഇൻഫർമേഷൻസാണ് ആ BPOനെ കുറിച്ച് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്, അങ്ങനെ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തുനിന്ന് ഈ BPO പ്രൊവൈഡ് ചെയ്യുന്ന സപ്ലയേഴ്സിൻ്റെ അടുത്തു നിന്നും റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ, റിക്വസ്റ്റ് ഫോർ പ്രൊപ്പോസൽ ആൻഡ് ഓർ റിക്വസ്റ്റ് ഫോർ കോഡ്സ് ആ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യുന്നുണ്ടാവും. അതിനെയാണ് RFI, RFP ആൻഡ് RFQ എന്നൊക്കെ പറയുന്നത്. പിന്നെ ഡ്യൂ ഡെലിജൻസ് എന്ന് വെച്ചാൽ ഈ സപ്ലയേഴ്സ് ഈ BPOs പ്രൊവൈഡ് ചെയ്യുന്ന പല സപ്ലയേഴ്സിൽ നിന്നും ഇൻഫർമേഷൻ കിട്ടിക്കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് നല്ല രീതിയിലുള്ള ഏത് സപ്ലയർ ആണെന്നുള്ളത് മനസ്സിലാക്കി എടുക്കുക. അത് അവർ തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ച് അവരുടെ കേപ്പബിലിറ്റീസ് വെച്ച് അവരായിട്ട് ഏത് നല്ല റിലേഷൻഷിപ്പ് എങ്ങനെ ഫോം ചെയ്യാം എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അവരെ സെലക്ട് ചെയ്യുന്നത്. സോ വൺസ് നമ്മൾ ഈ BPO ആരാണ്, ഏത് സപ്ലയറാണ് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരായിട്ടുള്ള കോൺട്രാക്റ്റിംഗ് ആണ് പിന്നീട് വരുന്നത്. അപ്പോൾ ഒരു റിട്ടേൺ അഗ്രിമെൻറ്റിലൂടെ അവരായിട്ട് കോൺട്രാക്റ്റ് ചെയ്യുന്നു. അപ്പം ഈ കോൺട്രാക്റ്റിംഗ് ടൈമിൽ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ചില സ്പെസിഫിക് ആയിട്ടുള്ള ടേംസ് കൊണ്ട് അവരുടെ റിലേഷൻഷിപ്സിൽ നെഗോസിയേഷൻസ് വരുത്തുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നത്. അപ്പം അതിൽ 2 രീതിയിലാണ്. ചിലപ്പോൾ മാസ്റ്റർ സർവീസ് അഗ്രിമെൻറ്റ് MSA എന്നുള്ള രീതിയിൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്യും, അല്ലെങ്കിൽ സർവീസ് ലെവൽ അഗ്രിമെൻറ്റ് SLA എന്നുള്ള രീതിയിലും. ഓക്കെ, മാസ്റ്റർ സർവീസ് അഗ്രിമെൻറ്റ് വെച്ചാൽ ആ കമ്പനിയുടെ എല്ലാ ട്രെയിനിങ്സും ഈ പറയുന്ന സർവീസ് BPO തന്നെ ആയിരിക്കും ഏറ്റെടുക്കുക. എന്ത് ട്രെയിനിങ് ആവശ്യം വന്നാൽ അതൊക്കെ. സർവീസ് ലെവൽ അഗ്രിമെൻറ്റ് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ എന്ത് സർവീസാണോ വരേണ്ട ആ സർവീസ് മാത്രം. പിന്നെ ഈ മാസ്റ്റർ സർവീസ് അഗ്രിമെൻറ്റിൽ ആ ട്രെയിനിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ തന്നെയായിരിക്കും ഇൻവോൾവ് ചെയ്യുന്നത്. എന്നാൽ സർവീസ് ലെവൽ അഗ്രിമെൻറ്റിൽ ആ ട്രെയിനിങ് മാത്രം പ്രൊവൈഡ് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കമ്പനി ചെയ്യുക. ആ രീതിയിലും കൂടി വരാം. ഇനി ട്രാൻസിഷൻ. അപ്പോൾ കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന കമ്പനിയും ഔട്ട്സോഴ്സ് ചെയ്യുന്ന BPO അതൊരു കമ്പനിയാണല്ലോ. സോ അവർ തമ്മിൽ റിസോഴ്സുകൾ തമ്മിൽ ഹാൻഡ് ഓവർ ചെയ്യും. കാരണം ഈ BPO എടുത്തിട്ടുള്ള കമ്പനിക്ക് അവരുടെ റിസോഴ്സുകൾ ഹാൻഡ് ഓവർ ചെയ്താലാണ് ഈ BPO കമ്പനിക്ക് അവിടെ അവരുടെ ട്രെയിനിങ് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അവർ റെസ്പോൺസിബിളായിട്ട് ആ സപ്ലയർ ആ റിസോഴ്സസ് വാങ്ങിച്ച് അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആ ഓർഗനൈസേഷൻ എംപ്ലോയീസിന് വേണ്ട ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കുന്നു. പിന്നെ ഗവർണൻസ് എന്ന് പറയുന്നത് ഇത്തിരി ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോൺട്രാക്റ്റിലുള്ള BPOയും ഏത് കമ്പനിക്കാണോ ട്രെയിനിങ് കൊടുക്കുന്ന ആ കമ്പനിയും തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ഫോം ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് തന്നെ ആ റിലേഷൻഷിപ്പ് ഫോം ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. അത് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ആ ട്രെയിനിങ്ങിലൂടെ കമ്പനിയിലെ എംപ്ലോയീസിന് നല്ല റിസൾട്ട് കിട്ടിക്കൊണ്ടുമാണ് ആ റിലേഷൻഷിപ്പ് ഫോം ചെയ്യുക. പിന്നെ റിപ്പാട്രിയേഷൻ ഓർ ട്രാൻസ്ഫർ. വൺസ് ഓരോ ട്രെയിനിങ് കഴിയുമ്പോൾ തിരിച്ച് ആ കമ്പനി കൊടുത്തിട്ടുള്ള എല്ലാ റിസോഴ്സുകളും തിരിച്ച് ആ BPO എന്ത് ചെയ്യണം, തിരിച്ച് കമ്പനിക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്, ആ ഒറിജിനൽ കമ്പനിക്ക്. അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും സ്റ്റേജസ് ആണ് നമുക്ക് BPO പ്രോസസ്സിങ്ങിൽ വരിക. ഈ BPOs ആയിട്ടുള്ള നമ്മുടെ കോൺട്രാക്റ്റിംഗ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ശരിക്കും ആ കോൺട്രാക്റ്റിങ്ങിൽ, ആ എക്സ്റ്റേണൽ സപ്ലയർ ആയിട്ടുള്ള കോൺട്രാക്റ്റിങ്ങിൽ നമ്മൾ ആ BPO എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് അവരുടെ ആവശ്യം എങ്ങനെയാണ്,
ഓക്കെ. ചിലപ്പം ആ BPO പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ട്രെയിനർ നമുക്ക് അവർലി അല്ലെങ്കിൽ ഡെയിലി, വീക്ക്ലി, മന്ത്ലി അല്ലെങ്കിൽ ആനുവൽ ബേസിലായിരിക്കും വേണ്ടി വരിക. അതൊക്കെ നമ്മൾ ആ കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ടാവും. ഓക്കെ. ഏത് തരത്തിലുള്ള സ്കിൽ പ്രൊഫഷനാണ് വേണ്ടതെന്നുള്ളതും അത് എത്രത്തോളം കോസ്റ്റ് ബെനിഫിറ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ടാവും. ഓക്കെ. സോ ആ രീതിയിലാണ് നമ്മൾ കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നത്. പിന്നെ ലൈസൻസിങ്. ചിലപ്പോൾ നമ്മൾ നല്ലൊരു സപ്ലയർ BPOനെ കണ്ടു, അവർ ഔട്ട്സോഴ്സിങ് ട്രെയിനിങ് അസോസിയേഷനാണ്. അപ്പോൾ അവരുടെ ലൈസൻസ് നമ്മൾ എടുത്തിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളുടെ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഔട്ട്സോഴ്സിങ് സാധ്യമാക്കാം. അപ്പം ആ രീതിയിൽ 1-to-1 റിലേറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഓർഗനൈസേഷനും ഈ പറയുന്ന ഔട്ട്സോഴ്സിങ് ബിസിനസ് കമ്പനി BPOസും തമ്മിൽ റിലേറ്റ് ചെയ്യുന്നത്. അതാണ് ലൈസൻസിങ്. ഓക്കെ. അപ്പോൾ ആ കമ്പനിയുടെ ലൈസൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ കമ്പനിയുടേതായിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമ്മളുടെ ഓർഗനൈസേഷന് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ലൈസൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി നമ്മുടെ 4ാമത്തെ മൊഡ്യൂളിലേക്ക് കടക്കാം. ഓക്കെ, ദാറ്റ് ഈസ് പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലുള്ള ഒരു ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് കൊണ്ട് നമ്മൾ എംപ്ലോയീസിനെ ഇവാലുവേറ്റ് ചെയ്യാണ്, അവരുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യാണ്. ഇത് വളരെ ഓൾഡസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്, എന്നാൽ യൂണിവേഴ്സലി എല്ലായിടത്തും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇത് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു മെത്തേഡാണ്. നോക്കുമ്പോൾ എല്ലായിടത്തും ഈ പെർഫോമൻസ് അപ്രൈസൽ ഉണ്ട്. ഇപ്പോൾ ടീച്ചേഴ്സ് ആകുമ്പോൾ സ്റ്റുഡൻസിൻ്റെ അപ്രൈസൽ നടത്തുന്നു, പാരൻസ് ആണെങ്കിൽ കുട്ടികളുടെ അപ്രൈസൽ നടത്തുന്നു, അതേപോലെ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, എംപ്ലോയീസിന് അപ്രൈസൽ നടത്തുന്നു. സോ ഇത് വളരെ കെയർഫുൾ ആയിട്ടുള്ളൊരു സ്ട്രക്ചേർഡ് സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്രൈസൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അപ്രൈസ് ചെയ്തില്ലെങ്കിൽ പിന്നീട് ഈ പറയുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ടാവും, അവരുടേതായിട്ടുള്ള രീതിയിൽ ജഡ്ജ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓർഗനൈസേഷനിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പെർഫോമൻസ് അപ്രൈസൽ ഇല്ലെങ്കിൽ വെറുതെ ചുമ്മാ ആവശ്യമില്ലാതെ സുപ്പീരിയേഴ്സ് എന്ത് ചെയ്യും, അവരുടെ സബോർഡിനേറ്റ്സിനെ ജഡ്ജ് ചെയ്യുന്നുണ്ടാവും, അവരുടെ പെർഫോമൻസിനെ. അത് സ്വാഭാവികമായിട്ട് ഇൻഫോർമലായിട്ടും ഏകപക്ഷീയമായിട്ടൊക്കെ ആയിരിക്കും ചെയ്യുക. പക്ഷെ അത് നല്ല രീതിയിലായിരിക്കില്ലെന്ന് മാത്രം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓർഗനൈസേഷനിൽ എപ്പോഴും ഒരു ഫോർമലായിട്ടുള്ള പെർഫോമൻസ് അപ്രൈസൽ വേണം എന്നുള്ളത് പറയുന്നത്. അപ്പോൾ നമ്മുടെ പെർഫോമൻസ് അപ്രൈസലിൻ്റെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ 20th സെഞ്ച്വറിയിൽ നമ്മുടെ FW ടൈലറിൻ്റെ ആ ഒരു തിയറി സ്റ്റഡീസ് വന്നപ്പോൾ, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡിയൊക്കെ വന്നപ്പോൾ തന്നെയും പെർഫോമൻസ് അപ്രൈസൽ എന്നുള്ള കൺസെപ്റ്റ് ഫോം ചെയ്തു. ഓക്കെ. അങ്ങനെ നമുക്ക് 265 AD ചൈനയിൽ ഇൻഡിവിജ്വൽ പെർഫോമൻസ് അപ്രൈസൽ ഫോം ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നീട് 1883 ന്യൂയോർക്ക് സിറ്റിയിൽ സിവിൽ സർവീസിൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഈ പറയുന്ന ഫോർമൽ പെർഫോമൻസ് അപ്രൈസൽ പ്രോഗ്രാംസ് ഫോം ചെയ്തിരുന്നു World War I ടൈമിൽ. പക്ഷേ നമ്മളുടെ മാനേജ്മെൻറ്റിൽ വളരെ ഫോർമലായിട്ടും ഡിസ്റ്റിങ്ക്റ്റീവ് ആയിട്ടും ഒരു നല്ല വർക്ക് പെർഫോമൻസ് ഇവാലുവേഷൻ ശരിക്കും ഫോം ചെയ്തത് എപ്പോഴാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ പറയുന്ന സെക്കൻഡ് വേൾഡ് വാർ ടൈമിലാണ്. ആ ടൈം തൊട്ടാണ് ശരിക്കും പെർഫോമൻസ് അപ്രൈസൽ നമ്മുടെ മാനേജ്മെൻറ്റിൽ ആധികാരികമായിട്ട് ഫോം ചെയ്തത്. എപ്പോഴും നമ്മളുടെ പെർഫോമൻസ് അപ്രൈസലിന് ഒരു സ്ട്രക്ചേർഡ് സിസ്റ്റം ആവശ്യമായിട്ട് വന്നിരുന്നു. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം അങ്ങനെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം അല്ലാതെ നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ നടത്തി കഴിഞ്ഞാൽ അത് ഒരുപാട് മോട്ടിവേഷണൽ, എത്തിക്കൽ, ലീഗൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. ഓക്കെ. സോ അതുകൊണ്ടാണ് പറയുന്നത്, ഏതൊരു ഓർഗനൈസേഷനിലും ഒരു പെർഫോമൻസ് അപ്രൈസൽ നടത്താൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യണം, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മാനദണ്ഡം ഫോം ചെയ്യണം, അല്ലേ, സ്റ്റാൻഡർഡൈസേഷൻ ഫോം ചെയ്യണം. ആ സ്റ്റാൻഡർഡൈസേഷൻ ബേസ് ചെയ്തിട്ടാണ് എല്ലാ എംപ്ലോയീസിനും പെർഫോമൻസ് അപ്രൈസൽ ചെയ്യേണ്ടത്. അപ്പോൾ ഒരേ ക്രൈറ്റീരിയ വെച്ച് എല്ലാവരെയും ചെയ്യുമ്പോൾ ആ ക്രൈറ്റീരിയനെ ബേസ് ചെയ്ത് ഓരോ എംപ്ലോയീസ് ഏത് ലെവലിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതങ്ങനെ അല്ലാതെ ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ എംപ്ലോയീസിനെ അപ്രൈസൽ ചെയ്ത് കഴിയുമ്പോൾ വ്യതിയാനങ്ങളുണ്ടാവും. ജനറൽ ആയിട്ടുള്ളൊരു ഒരു ഒപ്പീനിയനിലേക്ക് എത്താനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരുപാട് മോട്ടിവേഷണൽ, എത്തിക്കൽ, ലീഗൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും എന്ന് പറയുന്നത്, ഇല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണ്. ഓക്കെ. അപ്പം കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് 3 എക്സ്പേർട്സ് ചേർന്നിട്ടാണ് ഒരു കാൻഡിഡേറ്റിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇപ്പം നിങ്ങളുടെ വൈവ എക്സാം നടക്കുക ഫോർ എക്സാമ്പിൾ.
അതാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് വരുന്നത്. ഇപ്പോൾ വൈവ എക്സാം നടക്കുന്ന സമയത്ത് നിങ്ങൾ വൈവയ്ക്ക് വന്നിരിക്കുന്നു, നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റിനെ കുറിച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പം വൈവ എക്സാമിനേഴ്സ് 3 പേരാണെന്ന് വിചാരിക്കുക. 3 പേര് അവരവരുടെ രീതിയിൽ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 3 പേരുടെ ഇവാലുവേഷനെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, ക്രൈറ്റീരിയാസ് തന്നിട്ടുണ്ട്. അതാണ് സ്റ്റാൻഡർഡൈസേഷൻ. അപ്പോൾ ഇന്ന ക്രൈറ്റീരിയ നോക്കിയിട്ട് അതിൽ ഇത്ര മാർക്സ് കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഈ ഒരു ഫോമാറ്റ് നമ്മൾ 3 വൈവ എക്സാമിനറിന് കൊടുക്കുകയാണ്. അപ്പോൾ 3 വൈവ എക്സാമിനേഴ്സും എന്ത് ചെയ്യും, ആ ഓരോ ക്രൈറ്റീരിയ വെച്ച് ആ കാൻഡിഡേറ്റിനെ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, ഇന്നൊരു ക്രൈറ്റീരിയ, ഓക്കെ, ആ കാൻഡിഡേറ്റ് സപ്പോസ് ആ പ്രോജക്റ്റിൻ്റെ ടോപ്പിക്കിനെ കുറിച്ച് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, റെലവൻ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ, ആ റെലവൻസി എത്രത്തോളം ആപ്റ്റാണെന്ന് കണ്ടിട്ട് അതിന് എത്ര മാർക്ക് കൊടുക്കണം, മാർക്ക് കൊടുത്തു. അതേപോലെ ഓരോ ക്രൈറ്റീരിയ ബേസ് ചെയ്ത് മാർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഫൈനലി 3 വൈവ എക്സാമിനേഴ്സും ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ജനറൽ ആയിട്ടുള്ള ഒപ്പീനിയനിൽ ഈ കസ്റ്റമറിന് നമുക്ക് ഈ കാൻഡിഡേറ്റിന് ഇത്ര മാർക്ക് കൊടുക്കാം എന്നുള്ളതാകുമ്പോൾ അത് അവിടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഇവാലുവേഷനായി. അപ്പോൾ അതേപോലെയാണ് നമ്മുടെ പെർഫോമൻസ് അപ്രൈസലും. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയർ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ഓക്കെ, സോ എപ്പോഴും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ പെർഫോമൻസ് അപ്രൈസൽ ഫോം ചെയ്യണം. ഓക്കെ, അത് നമ്മൾ തുടങ്ങിയ സമയത്ത് അതൊരു ഇൻകം ജസ്റ്റിഫിക്കേഷന് വേണ്ടിയിട്ടായിരുന്നു ചെയ്തിരുന്നത്. കാരണം ഈ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് ഓരോ ഇൻഡിവിജ്വൽ എംപ്ലോയീസിന് സാലറി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നത് അതനുസരിച്ചിട്ടാണ്. ദാറ്റ് മീൻസ് ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ പെർഫോമൻസ് അപ്രൈസലിന് മെറ്റീരിയൽ ഔട്ട്കംസ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പം പെർഫോമൻസ് മോശമാണെങ്കിൽ അവരുടെ പേയ്മെൻറ്റ് കട്ട് ചെയ്യുകയും പെർഫോമൻസ് വിചാരിച്ചാലും നല്ലതാണെങ്കിൽ അവർക്ക് പേയ്മെൻറ്റിൽ ഇൻക്രിമെൻ്റ് ഉണ്ടാവുകയും ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിന് മെറിറ്റ് റേറ്റിംഗ് എന്നുള്ള രീതിയിൽ പണ്ട് കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് അങ്ങനെ ഈ പേയ്മെൻറ്റിൻ്റെ വെട്ടിക്കുറക്കിലോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഉയർത്തി കാണിക്കുന്നതിലോ മാത്രം ഒതുങ്ങി നിന്നുകൂടാ എന്നുള്ളൊരാശയം പിന്നീട് വന്നു. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് അതിനെ ബേസ് ചെയ്ത് വന്നതുകൊണ്ട് പിന്നീട് ആൾക്കാർ ആലോചിച്ച് തുടങ്ങി ഈ പെർഫോമൻസ് അപ്രൈസലിൽ നമ്മളുടെ ആരെയാണ് പെർഫോമൻസ് അപ്രൈസ് ചെയ്യുന്നത് അവരുടെ സെൽഫ് മോട്ടിവേഷനും അവരുടെ സെൽഫ് എസ്റ്റീമും എന്നും സ്ഥാനം എന്താണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ നമ്മളുടെ ആ ട്രഡീഷണൽ രീതിയിലുള്ള പെർഫോമൻസ് അപ്രൈസൽ 50 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് പതുക്കെ അങ്ങ് മാറി. പിന്നീട് നമ്മുടെ പെർഫോമൻസ് അപ്രൈസൽ ഈ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലേക്ക് ഇവോൾവ് ചെയ്ത് വന്നു 50 കാലഘട്ടങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ. ദാറ്റ് മീൻസ് പെർഫോമൻസ് അപ്രൈസൽ പേയ്മെൻറ്റ് ഇൻക്രിമെൻറ്റിന് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഇൻക്രിമെൻറ്റിന് വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മുടെ എംപ്ലോയീസിൻ്റെ മോട്ടിവേറ്റ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും അവർക്ക് എന്താണ് പോരായ്മയുണ്ടെങ്കിൽ ആ പോരായ്മകൾ മാറ്റി അവരെ ഡെവലപ്പ് ചെയ്യാം. നന്നായിട്ട് അവർ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മോട്ടിവേറ്റ് ചെയ്യുക. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് പെർഫോമൻസ് അപ്രൈസലിനെ നമ്മൾ 50 കാലഘട്ടങ്ങൾ, ദാറ്റ് മീൻസ് നമ്മുടെ വേൾഡ് വാർ 2 ഒക്കെ കഴിഞ്ഞ സമയത്തേക്ക് നമ്മൾ ഇവോൾവ് ചെയ്ത് അങ്ങനെ വന്നു. ഇപ്പോഴും നമ്മൾ ആ ഒരു ബേസാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, പെർഫോമൻസ് അപ്രൈസൽ നമ്മൾ ഏതൊരു ഓർഗനൈസേഷനിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടത്തുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും, അല്ലാതെ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനല്ല. ഓക്കെ, സോ ആ രീതിയിലാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അതിൽ നമുക്ക് ഒരുപാട് ടെക്നിക്കലും മാനേജറിലും അതുപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള പേഴ്സൺസിനൊക്കെ നമ്മളിപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പെർഫോമൻസ് അപ്രൈസൽ ഈ രീതിയിൽ ഫോം ചെയ്യുന്നുണ്ട്.